ഈ സാധാരണക്കാരന്റെ പ്രതിഷേധമായിട്ടാണ് ഈ സിനിമയെ കാണേണ്ടത്. നമ്മള് ഇന്നൊരു സമരമെന്ന് എപ്പോഴും പറയുന്നത് നിങ്ങൾ കണ്ടെത്തുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അത് ആവുമല്ലോ, കാരണം നമ്മൾ ഇത്രയും നാളെ ഹാർഡ് വർക്കാണ്. നമ്മൾ ഒരാൾക്ക് മാത്രമല്ല, മൂവിയുടെ എയ്റ്റീസ് ആണെങ്കിലും അതിൽ വരുന്ന ആർട്ട് ടീമാണെങ്കിലും അങ്ങനെ ഹാർഡ് വർക്കാണ് എല്ലാവരും ആസ്വദിച്ച് ഇമോഷണലി നല്ല ടച്ചായി. കണ്ടിരുന്ന പല ഭൂസമരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. 22 വർഷങ്ങൾ നടന്ന സമരങ്ങൾക്ക് ഇപ്പോഴും നീതി കിട്ടാതെ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും കോടതി കയറി അതിൽ 10 പേരോളം മരിച്ചുപോയി. അങ്ങനെ കുറെ പേരുണ്ട്. ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഗവൺമെന്റ് ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും മൂവി നല്ല അഭിനയമായിരുന്നു. സമരമായി ബന്ധപ്പെട്ട് കുറെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഈ കഥ കേട്ട സമയത്ത് ആരെയും കോൺടാക്ട് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? നമ്മള് ഇന്നൊരു സമരമെന്ന് എപ്പോഴും പറയുന്നത്, കാരണം നിങ്ങൾ കണ്ടെത്തുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ആ ഒരു സമരമാണ്. ഇന്നലെ ചെന്നൈയിലും ഏതാണ്ട് ഇതേ മോഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ 8 മണിക്കാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ നിന്ന് നമ്മൾ എഫേർട്ട് എടുത്ത സിനിമ ഇത്രയും ക്രൗഡിനുള്ളിൽ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മൊമെന്റ്, നല്ല മൊമെന്റാണ്. ഞാൻ ആസ്വദിക്കുന്നത്. ഈ സാധാരണക്കാരന്റെ പ്രതിഷേധമായിട്ടാണ് ഈ സിനിമയെ കാണേണ്ടത്. ഇല്ല, അങ്ങനെ മാത്രമായിട്ട് എടുക്കേണ്ടതില്ല. ഒരു സിനിമ എന്ന നിലയ്ക്ക് തന്നെ കാണുക. അത് സൗകര്യപൂർവ്വം നടന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് വിട്ടിരിക്കണം. കുറച്ചുകൂടി റീഡിങ്ങിന് വേണ്ടി വിട്ടിരിക്കുകയാണ് പ്രേക്ഷകർക്ക്. ആൾക്കാർ കാണട്ടെ, വിലയിരുത്തട്ടെ, അഭിപ്രായങ്ങൾ പറയട്ടെ. എടുക്കാനായിട്ട് വരുന്ന രീതിയിൽ കാര്യങ്ങൾ എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സിനിമ കണ്ടതിന് ശേഷം പലരുടെ അഭിപ്രായങ്ങൾ മാറാനോ അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് നമ്മളൊരു കാര്യത്തെ അടയാളപ്പെടുത്തിയാണ്. അത് അങ്ങനെ മാറ്റങ്ങളൊന്നും സിനിമയ്ക്ക് പെട്ടെന്ന് ഒരു സിനിമ കൊണ്ടൊന്നും നമ്മളെ സിസ്റ്റത്തിനെ മാറ്റാനൊന്നും പറ്റത്തില്ല. നമുക്ക് പറയാനുള്ള നമ്മുടെ ആർട്ട് ഫോർമാറ്റിൽ വെച്ച് നമ്മൾ പറയുന്നത്. സ്ട്രൈറ്റ് ആയിട്ട് പൊളിറ്റിക്സ് പറയുമ്പോൾ പലപ്പോഴും കാണാറുള്ളത് കത്തി വെക്കുന്ന ഒരു പരിപാടി വരുന്നുണ്ട്. അപ്പൊ അതില് വിശ്വസിക്കുന്നുണ്ടോ? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി ലിബർട്ടി അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് കമ്മിറ്റികൾ അല്ലെങ്കിൽ അതായത് സംവിധാനങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കുറച്ചുകൂടി ലിബറേഷൻ നമുക്ക് ആർട്ടിലേക്ക് വന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കും സൊസൈറ്റിക്കും.